ഇതാരൊക്കെയാ കേറുവാ. അയ്യോ മുത്തന്തി അവള് മുകളിലാ മോളെ പഠിക്കുവാന്ന് കുട്ടേ നീ ഇറങ്ങി വന്നേ. അനിൽ എന്ത് അവനെങ്ങനുണ്ട്? കിടക്കുന്ന കേട്ടാ ഞാൻ വിളിക്കാം. വിളിക്കണ്ട, ഞാൻ വിളിക്കോളാം. ആ എടി ഇത് ഊരി വെക്കിട്ട് കാര്യം കളിക്കുമ്പോഴേ ഇങ്ങനെ താഴെ പോയി കഴിഞ്ഞാ ഇത് കൊള്ളാലോ. ഇത് എവിടുന്നാ ഇത്? ഇത് പപ്പ മേടിച്ചതാ. ഞാനും അപ്പൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇതൊക്കെ തുറന്ന മേടിച്ചു തരണം. എന്റെ കൂട്ടുകാരിയൊക്കെ ഉണ്ട് ഇതൊക്കെ. ആണോ? ആ നീ എന്നാ ഇത് ഇട്ടോക്ക്. നോക്കട്ടെ. ഇട്ടോക്ക്. അതെ ഞാൻ ഈ മുടി ഒന്ന് ഇടട്ടെ. കൊള്ളല്ലേ? നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പറഞ്ഞു മേടിക്കണം. എന്താ നീ എടുത്തോ. വാ കളിക്കാം നമുക്ക്. എനിക്ക് ഞാൻ ഇത് കൊണ്ട് അകത്ത് വെച്ചിട്ടോ. ചേച്ചി ബാറ്റ് തുളിച്ചു. ഞാൻ ഇപ്പൊ വരാവേ. ഒരു മിനിറ്റ് പോരാ. നിങ്ങൾ അങ്ങോട്ട് പോക്കോ. ചേച്ചി ഇന്ന് പോവോ ചേച്ചി? ആ ഇന്ന് നമുക്ക് ഇന്ന് കളിക്കാം. അനിലേ, ഇത് എന്തൊരു കിടപ്പാടാ. നീ എഴുന്നേക്കണ ഇറങ്ങാ. നിങ്ങൾ സംസാരിക്കും, ഞാൻ ചായ എടുക്കാം. ശരി, അങ്ങനെ ആട്ടെ. എടാ ഇത് എന്ത് പറ്റിയ നിനക്ക്? തുമ്മൽ വന്നതാ. തുമ്മൽ അറിയാലോ, സാധാരണ ഉള്ള കാലം തുമ്മല്. ആ സാധനം ഇങ്ങനെ നിന്ന് എനിക്ക് ശ്വാസം മുട്ടലായി. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് 2 മൂക്കൊക്കെ ഞാൻ അടഞ്ഞു. പിന്നെ ഒട്ടും ശ്വാസം ഇല്ലാതായി. പിന്നെ ഞാൻ കമന്ന് കിടക്കല്, മൂക്കിന്ന് വെള്ളമൊക്കെ ചുറ്റി വീഴുന്ന. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒട്ടും ശ്വാസം ഇല്ല. ഇല്ല, മഴയൊന്നും നനഞ്ഞില്ല. രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോ അവര് ഓക്സിജൻ നോക്കാൻ പറഞ്ഞു, BP നോക്കാൻ പറഞ്ഞു. BP ഹൈ BP, അതും കയറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓക്സിജൻ നോക്കിയപ്പോഴത്തേക്കും ഓക്സിജന്റെ അളവ് കുറവ്. ഓക്സിജൻ അളവ് കുറവുണ്ടായത് അവര് വിടത്തില്ലെന്ന് പറഞ്ഞു. അല്ലാതെ BPയും കാര്യങ്ങളും എല്ലാം നോക്കി. പിന്നെ അതിന്റെ ഒരു മരുന്ന് തന്നിട്ട് BPയുടെ 2 ഗുളിക കഴിക്കാൻ പറഞ്ഞു. കഴിച്ചിട്ട് 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അടുത്തത് തരാന്ന് പറഞ്ഞു. തന്നില്ല. ഞാനത് പ്രതീക്ഷിച്ചു തരുമായിരിക്കും. അത് മതി ഇന്നത്തേക്ക് അറിയാലോ. ഈ കോവിഡ് വന്നതിന് ശേഷം മൊത്തത്തിൽ പനിയാണ്, ശ്വാസം മുട്ടല്. നമ്മൾ ഈ വാക്സിനൊക്കെ എടുത്തില്ലേ, എന്നാലും അപ്രതീക്ഷിതമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സമ്പാദ്യം വരും. ബില്ല് ഈ പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ കഴുത്തറത്തുള്ള ബില്ല്. പ്രൈവറ്റ് ഞാൻ ഗവൺമെന്റ്, പക്ഷെ എന്നാലും അവിടെയും എല്ലാം ടെസ്റ്റ് ചെയ്യുന്നതെല്ലാം അരമണിക്കൂർ ഇടവിട്ട് എല്ലാം ടെസ്റ്റ് ചെയ്യുന്നതിനെല്ലാം പൈസ. ചുരുക്കം പറഞ്ഞൊരു 10 ദിവസമായിട്ട് കിടപ്പാ. കിടന്ന് മുരഞ്ഞു പോയി. നീ എഴുന്നേര്, നമുക്ക് വെളിയിലോട്ടൊക്കെ ഇരുന്നേ. ഒരു മൊത്തത്തിലൊരു അടച്ച് കിടക്കുന്നതിന് ശരിയല്ല. പുറത്തോട്ട് നടക്കാം, സിറ്റൗട്ടിലൊക്കെ ഇരുന്ന്. ഞാനുണ്ട്, ഇല്ലല്ലോ കുഴപ്പമില്ല. അത് ഞാൻ പറയാം. എഴുന്നേര്. ശരി, വെട്ടവും വെളിച്ചമൊക്കെ കൊള്ളുമ്പോ എന്തൊരു ആശ്വാസമാണെന്നറിയാം. നീ അങ്ങോട്ട് ഇരുന്നാട്ടെ. അയ്യോ മോള് അമ്മടി മോളെടുത്തിട്ടാണ്. പിന്നെ ഇപ്പൊ എങ്ങനെയുണ്ട്? ശരി, നല്ല ശുദ്ധമായി. ഇപ്പോഴും ചുമ കിടപ്പുണ്ട് കേട്ടോ. അറിയില്ല, ഇനിയിപ്പം ആന്റിബയോട്ടിക്കല്ലേ തന്നേക്കുന്നേ, 5 ദിവസത്തേക്ക് തന്നേക്കുന്നേ. പക്ഷെ നിന്നെ ആശുപത്രി ഇത്രയും നാള് കിടന്നാലും വലിയ ക്ഷീണവും. അതുകൊണ്ട് ഞാൻ പച്ചപിടിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് കണ്ടാ പറയൂ. ഇത് രാത്രിയിലല്ലായിരുന്നു നിനക്ക് ശ്വാസം മുട്ടല് വന്നു? രാത്രിയിലായിരുന്നു. പിന്നെ വണ്ടി ആരും ഓടിച്ച് ഈ ശ്വാസം മുട്ടല് വെച്ചോണ്ട് വൈഫിന് പിന്നെ രഞ്ജുവിന് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലായിരുന്നു. സ്കൂട്ടല്ലേ അങ്ങനെ ആശുപത്രി ചെന്ന് എല്ലാം കണ്ട്.
അങ്ങനെ ചായ എടുക്കട്ടെ. ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചാ വരത്തില്ല ചേട്ടാ. എത്ര തവണ ഞാൻ കിടന്ന് വിളിച്ചെന്നറിയാമോ? രാത്രിയിലൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ആരെങ്കിലും വിളിച്ച് നമുക്ക് പാന്ന് പറഞ്ഞാൽ വരത്തില്ല. എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യ. അല്ല അത് ഈ പാതിരാത്രിക്ക് അവൻ തന്നെ വണ്ടി ഓടിക്കുന്ന അറിഞ്ഞപ്പോ തന്നെ എനിക്ക് പേടിയായി. അല്ല ഞാൻ പറഞ്ഞു നമ്മുടെ വണ്ടി തന്നെ പോകണമെന്നില്ലല്ലോ ചേട്ടാ. നമുക്ക് വേറെ നേരത്തെ പറഞ്ഞിട്ടുള്ളേ വണ്ടി പഠിക്കും പറയാനല്ലേ പറ്റും. എന്നാലും എന്റെ ഈ വെപ്രാളത്തിനിടയ്ക്കുന്നത് എനിക്ക് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. നമുക്ക് ഈ ഒരു ആവശ്യത്തിന് നമ്മളൊരാളെ വിളിച്ചാൽ നമുക്ക് പോവാല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോവാന്ന് കേക്കിയ. പിന്നെ രാവിലെ ഞങ്ങൾ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി പിടിച്ചു വലിച്ചു കൊണ്ടുപോയതാ. അവിടെ ചെന്നപ്പോ ഓക്സിജൻ കുറവും അതും ഇതും ഒക്കെ നമ്മൾ പോയത് കൊണ്ടല്ലേ അറിഞ്ഞത്. ആണ് എന്തായാലും ചായ കൊള്ളാം കേട്ടോ. നല്ല പരുവം നല്ല മധുരം. നിനക്ക് ചായ വേണ്ട, കഫക്കെട്ട് കിടക്കുന്നുണ്ട്. പിള്ളേർക്ക് ചായ കൊടുക്കാം. മക്കളെ ചായ കുടിക്കാൻ വാ. പിള്ളേരെ പെണ്ണേ രസികൻ ചായ രഞ്ജു ആന്റിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ചായ സൂപ്പർ. നിങ്ങള് കുടിക്കാത്ത കുടിക്കുന്നോണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഇല്ല അത് കുഴപ്പമില്ല, നല്ല നല്ല ചായ അടിപൊളി. പിന്നെ പറഞ്ഞാൽ പിന്നെ പറഞ്ഞു അംഗീകരിക്കത്തില്ല കേട്ടോ. അങ്ങനെ ഇടവന്ന് അംഗീകരിച്ചു കൊടുക്കണേ. ഇത് ഇത്രയും വയ്യാഞ്ഞിട്ട് നിന്നെ സഹിച്ച് കാര്യങ്ങളൊക്കെ അതല്ലേ ചെയ്യുന്നത്. കളിക്കുന്നതൊക്കെ കൊള്ളാം. മറിച്ചെന്ന് വീടല്ലേ അവനെ കൂടെ കളിപ്പിക്കേ. നിങ്ങൾ രണ്ടുപേരും മാത്രം കളിച്ചാ എങ്ങനാ അമ്പാടി? എന്നാ കളിക്കുന്നില്ലേ? പോവല്ലേ പാപ്പ? നീ എന്നാ കാണുന്നേ? നീ നാളെ വരുവോ? നോക്കാം. വാ നമുക്ക് എന്തേലും കളിക്കാം. വാ. അടി മുടിയൊക്കെ കേട്ടെ. അതിനാ ചീപ്പില്ലാതെ വാ. കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാ പിന്നെ ഭയങ്കര കളിയാ. ഞാൻ ഇവിടെ വെച്ചിരുന്ന് ചെയ്യും. പപ്പാ വച്ചിരുന്നായിരുന്നു. മുത്തേ മുത്തേ എടി എന്റെ ചെയിൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കാണുന്നില്ല. കാണുന്നില്ല. എവിടെ എന്തോ മമ്മി എന്റെ ചെയിൻ അവിടെ വെച്ചിരുന്ന കാണുന്നില്ല. മോളവിടെ വെച്ചിരുന്നില്ലയോ? ആ ഞാൻ കളിക്കാൻ പോകുന്നതിന് മുമ്പ് അവിടെ വെച്ചിട്ട് പോയതാ. അമ്പാടി നമുക്ക് നോക്കാം. അപ്പ എന്റെ ചെയിൻ കാണുന്നില്ല. അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ടേബിളിൽ കൊണ്ടല്ല വെച്ചിരുന്നത്. ഇപ്പൊ കാണുന്നില്ല. അല്ല കളിക്കാൻ പോകുന്നതിന് മുമ്പ് അവിടെ ഊരി വെച്ചിട്ടാ പോയത്. താഴെ കാണാൻ വീണോ പോയല്ലോ. എല്ലാരും എവിടൊക്കെ തൂക്കിയ കാണിച്ചതായിരുന്നോ? കളിക്കാൻ പോയിട്ട് ഊരി വെച്ചിട്ടാ പോയത്. എവിടെ സൈഡിലാ? പിന്നെ അതിന്റെ കീഴിലോട്ട് പോകുമ്പോ ചേട്ടാ ഇതെവിടെ പോയി? ഒരു സാധനം സൂക്ഷിക്കണ്ടേടി. എന്ത് പറഞ്ഞു ഞാൻ അവിടെ കൊണ്ട് വെച്ചതാ കളിക്കുന്നതിന്റെ ഇടയ്ക്ക്. എത്ര രൂപയുടെ സാധനം അത്? ഞാൻ മനഃപൂർവ്വം ഞാൻ അറിയാതെ കൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ കൊണ്ട് വെച്ചതായിരുന്നു. എവിടാന്ന് വെച്ചാൽ അവിടെ തന്നെ കാണും. പറയാനൊന്നും വാറ്റൊന്നും ഓടിച്ച് ഞാൻ അകത്തോട്ട് ഇപ്പൊ ഒന്നും വരാം. നിങ്ങൾ കളിക്കാനോട്ട് പൊക്കോണേ. കളി പൂച്ചേ കള്ളി പെണ്ണേ കൊണ്ടതാ കണ്ടതാ
പെണ്ണേ ഇവക്ക് ഇഷ്ടപ്പെട്ട ചെയിൻ കിട്ടി കേട്ടാ. എവിടെല്ലാം തപ്പിയെന്ന് നോക്കി. ആ അതെ അതെ അവൾക്കത് ഒരുപാട് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കേട്ടാ. ഞാൻ ഇടയ്ക്ക് പറയുകയും ചെയ്തായിരുന്നു എന്റെ കഴുത്തിൽ ഒരു മണി കെട്ടണോ. നിന്റെ കഴുത്തിലാണെന്ന മണിയല്ല ചെയിനാ കെട്ടുന്നത്. കൊറവീടേ എന്നാലും ഇത് ആരാ ഇവിടെ കൊണ്ടുവന്നിട്ട് കൊറവീട് നോക്കട്ടെ. എടി കള്ളി പാറു ചക്കി. ഇനി വേണ്ട, എല്ലാരും കള്ളം കണ്ടുപിടിച്ചോണ്ട് ഇനി വേണ്ട.